നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ സങ്കീർത്തനം 103:7 എന്നാ പറയണത്? അവിടുന്ന് തന്റെ വഴികൾ ആർക്ക് വെളിപ്പെടുത്തി? മോസസ്. ഇതാണ് സങ്കീർത്തനോട് പണ്ട് മോസസ് ചോദിച്ചത്. എന്താണ്? പുറപ്പാട് 33:13 അങ്ങ് എന്നെ സംപ്രീതനാണെങ്കിൽ ഞാൻ നടക്കേണ്ട വഴി എനിക്ക് കാണിച്ചു തരണമേ. ദൈവം കാണിച്ചു കൊടുത്തു വന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. 103:7 എന്താണ്? അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്ക് വെളിപ്പെടുത്തി. ഒരു കാര്യം ഓർക്കുക, മോസസിന് എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? എങ്ങനെയാണ് ദൈവം വഴി കാണിച്ചു കൊടുത്തത്? മോസസ് ദൈവത്തിൻ്റെ വചനങ്ങൾ അതേപടി ജീവിതത്തിൽ അനുവർത്തിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾ അനുവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബേസിക്കായിട്ട് വേണ്ടത് സ്നേഹമാണ്. നമുക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? പിശാചിന് വിശ്വാസമുണ്ട് ദൈവത്തിൽ, പക്ഷേ ദൈവത്തോട് സ്നേഹമില്ല. മനസ്സിലായില്ല? അതാണ് വിഷയം. പിശാചും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. ഇപ്പോൾ യാക്കോബ് 2:19 പറഞ്ഞിട്ടുണ്ട്, പിശാചിന് ദൈവത്തെ വിശ്വാസമുണ്ട്. എന്തുകൊണ്ടാണ് പിശാചിൻ്റെ വിശ്വാസം വർക്കൗട്ട് ചെയ്യാത്തത്? ദൈവത്തോട് പിശാചിന് സ്നേഹമില്ല. അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട വിഷയം എന്താണ്? ഈ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ തന്നെ എന്ത് വേണം? ദൈവസ്നേഹം വേണം. അപ്പോൾ ദൈവസ്നേഹമാണ് ഇതിൻ്റെ വിഷയം. ഈ ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഈശോ എന്താ പറഞ്ഞത്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. 17:4 യോഹന്നാന്റെ സുവിശേഷം, അങ്ങേ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ, ഇപ്പോൾ മുറപ്രകാരമുള്ള ഹനനയാഗങ്ങൾ, ഹോമയാഗങ്ങളിൽ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ വരുന്നു. അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ ചെയ്താലും ദൈവം മഹത്വപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചെയ്യണം ദൈവത്തിൻ്റെ പേരിലാണേ, പക്ഷെ ദൈവം മഹത്വപ്പെടത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 48 ആണോ വായിച്ചോളൂ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. വായിച്ചോളും. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ 46 സങ്കീർത്തനം 46 മുതൽ തിരുവചനങ്ങൾ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങയുടെ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. ഇവിടെ വരുന്ന വിഷയം എന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നേർച്ചകളുണ്ട്, കാഴ്ചകളുണ്ട്. പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഊര് തെണ്ടാൻ പോകുമായിരുന്നു. ഈ അരി തന്നിട്ട് അമ്മ അരി തരും, ഒരു ലേസൊക്കെ ഇട്ടിട്ട് അതിന്മേൽ 21 ഇറുക്കലെടുത്ത് വെക്കും. എന്നിട്ട് ഓരോ വീട്ടിൽ പോയി നമ്മൾ നേർച്ച തെണ്ടും. ഇപ്പം മനക്കോടത്ത്, ഞങ്ങളുടെ പൊറോണപ്പള്ളി മനക്കോട് വരുന്നത്, അവിടെ കൊണ്ട് 60 രൂപയുടെ പെരുന്നാളിനെ കൊടുക്കും. ഞാൻ അപ്പനും കൂടി ചെറിയ കൂടി നടന്നു പോകണം, കുറേ ദൂരം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ അത് ചെയ്യും. പക്ഷെ അന്നിത് ചെയ്യണത് ഒരു നേർച്ചയായിട്ടാണ് ചെയ്യണത്. പക്ഷെ ഇന്നാണ് ഞാനത് ചെയ്യണമെങ്കിൽ ഞാനത് എന്ത് ചെയ്യും? ദൈവസ്നേഹത്തോടെ ചെയ്യും. കാര്യം അത് ഇന്ന് നമുക്കതിൻ്റെ നോഹൗ അറിയാം. പണ്ടതിൻ്റെ ജ്ഞാനസൂത്രം അറിയത്തില്ല. നമ്മളൊരു കാര്യം ഇപ്പം നമുക്ക് വേണേ ഓരോ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഉരുള് നേർച്ചയുള്ള പള്ളിയുണ്ട്, ആയിട്ട് നിരങ്ങിപ്പോണ പള്ളിയുണ്ട്. നേർച്ചയായിട്ട് ആൾക്കാർ വിവരം ബുദ്ധിയില്ലാത്തവൻ അത് കാണുമ്പോൾ കളിയാക്കും.
പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യണത്? അവൻ്റെ അനുഭവം ഒരിക്കലും കളിയാക്കുന്നവൻ ഈ ജന്മം 100 ജന്മം ഈ ഭൂമി ജീവിച്ചാൽ അവൻ്റെ അനുഭവം ഉണ്ടാകത്തില്ല. അവൻ എളിമപ്പെട്ട് ഉടുപ്പ് വരെ ഉരിഞ്ഞ് തോർത്ത് മാത്രം കെട്ടിയിട്ട് അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഉരുളുകയും എന്താ അവൻ എളിമപ്പെടുകയാണ്. അവൻ്റെ എല്ലാം അപ്പോൾ അവൻ എല്ലാം ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ ഒന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടും വാച്ചും മാലയും അവൻ്റെ അഭിമാനവും അവൻ്റെ ഔന്നത്യവും അവൻ്റെ മഹത്വവും എല്ലാം ഊരി വെച്ചിട്ട് അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. പക്ഷെ ഉരുളുന്നവൻ്റെ മനസ്സിൽ ഒരു സംഭവം ഉണ്ടാകണം. അത് അനുഷ്ഠാനമോ ആചാരമോ അല്ല, അതിൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകണം. നീ ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ തലകുനിച്ചാൽ നിൻ്റെ മനസ്സ് പറയണം, എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പം ദൈവസ്നേഹത്തിനാണ് ഇതിൻ്റെ TMD എന്ന് പറയുന്നത്. അതാണ്. നിങ്ങൾ TMD ഇല്ലാതെ എങ്ങനെയൊക്കെ വെടിവെച്ചിട്ടും കാര്യമില്ല. ദൈവസ്നേഹമില്ലാതെ പക്ഷേ നിങ്ങൾ പറയും എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്, ആനകൂന ദൈവമേ വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് വളരെ ബുദ്ധിയായത് കാരണം ദൈവം നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളെയും ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് കൽപ്പന ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഒപ്പിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. അവിടെ വെച്ച് എല്ലാ അഭ്യാസങ്ങളും അവസാനിക്കും. നമുക്ക് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവം പറയും എൻ്റെ കൽപ്പന പാലിച്ചിട്ടാണ് പറയുമ്പോൾ. ഉടമ്പടി എന്ന് പറയുന്നത് അതാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താനും മഹത്വപ്പെടുത്താനും പ്രാപിക്കാനും ആഗ്രഹിക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെയും അവസാനത്തെ നടപടിക്രമമാണ് ഉടമ്പടി. എന്താണ് നമ്മൾ ഉടമ്പടിയിൽ? പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം? കർത്താവേ, ഞാനിത് ചെയ്യണത് എനിക്ക് ജോലി കിട്ടാനോ എൻ്റെ വീട് വെക്കാനോ എൻ്റെ കടങ്ങൾ മാറാനോ അല്ല. അത് ഇതിൻ്റെ അകത്ത് എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. നീ എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ചെയ്യണത്. അങ്ങനെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഉടമ്പടി എടുത്തു എന്നും പറഞ്ഞിട്ട് അതിനകത്ത് ദൈവസ്നേഹമില്ല. ആരണ്ട് അയൽവാസികൾ കാനഡയിൽ പോയപ്പോൾ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വണ്ടി കയറി പോന്നിരിക്കുകയായിരിക്കും ചില ആൾക്കാർ. അത് അസൂയായിരിക്കും ചിലപ്പോൾ. ഉടമ്പടി അസൂയ കൊണ്ടെടുക്കാം, മറ്റുള്ള രക്ഷപ്പെട്ട് വന്നതിൻ്റെ കണ്ണുകടി കൊണ്ടെടുക്കാം. അതുകൊണ്ടെടുത്ത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരോടെല്ലാം കയർത്തും, മരുമകളോട്, അമ്മയമ്മയോട്, നാട്ടുകാരോട്, വീട്ടുകാരോടൊക്കെ കയർത്തും വൈരാഗ്യമായിട്ട് ഇരുന്നും മിണ്ടാതെ ഇരുന്നും യേശുവിനെ പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് കുറ്റം പറഞ്ഞും ഒക്കെ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം. ഇതൊന്നും ഇതൊക്കെ നനഞ്ഞ പടക്കമാണ്. കുറേ ഉടമ്പടി നനഞ്ഞ പടക്കമായിട്ടുണ്ട്. ചീറ്റുക പോലും ചെയ്യത്തില്ല. ചില പടക്കം നനഞ്ഞാലും ചീറ്റുമല്ല, ചില ചീറ്റുകയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ലോക പെരുങ്കള്ളികൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മര്യാദക്ക് നിൽക്കാൻ യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ആൾക്കാർ വേറെ ചുമ്മാ വയറ്റപ്പഴപ്പിന് വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ദൈവമാരാണെന്ന് അറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയണം. ദൈവത്തെ മഹത്വപ്പെടുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണം. അത് നമ്മൾ തന്നെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തണം. അങ്ങനെ എന്തു ചെയ്യും? എന്നെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ദൈവത്തിന് തോന്നണം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ അങ്ങേ മഹത്വപ്പെടുത്തുമ്പോഴേ ഞാൻ സ്നേഹത്തോടെയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കാൻ വിധം അമ്മേ പരിശുദ്ധമ്മേ എന്നെ അമ്മയുടെ തിരുക്കുമാരന്റെ മനസ്സിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കുവാൻ ദൈവവചനത്തിന്റെ ഇച്ഛയാൽ അത് നടപ്പിൽ വരുത്തുന്നതിലൂടെ ദൈവസ്നേഹത്തിന്റെ സാക്ഷിയാകാൻ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. എല്ലാവരും എഴുന്നേൽക്കുക. ആരാധനയുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക്
നമ്മൾ പ്രവേശിക്കുകയാണ്. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ കണ്ണിലെടുത്ത് മനസ്സ് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഒരു കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. അച്ഛൻ ഈ കൈകൾ കർത്താവിൻ്റെ രക്തത്തിൽ കുതിരാൻ വേണ്ടി ആ കൈകൾ ആരുടെ ശിരസിൽ വെക്കുന്നുവോ, ആരുടെ ശരീരത്തിൽ വെക്കുന്നുവോ, അത് കർത്താവിൻ്റെ കൈകളായിക്കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കൈകൾ കൊടുത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ ഈ കൈകളിലെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ഈ കൈകള് എൻ്റെ ശരീരത്തില് എവിടെ വെച്ചാലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗത്തെ ഓർത്ത് അവർക്ക് രോഗമുള്ള സ്ഥാനം മനസ്സിലാക്കി അതേ സ്ഥാനത്ത് എൻ്റെ ശരീരത്തില് എൻ്റെ കൈകള് നിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അവർക്കും കർത്താവേ നീ സൗഖ്യം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഗുരുതരമായ രോഗമുള്ളവരെ, 10,000-കണക്കിന് മനുഷ്യരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവാലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. ഈ ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അന്ന് പറഞ്ഞത്, ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല. കാര്യം അന്ന് അമ്മ പറയണ കാലത്ത് ഒരു തരത്തിലുള്ള ദുരന്തവും ഇല്ലായിരുന്നു. പിന്നീട് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. 5-6 കൊല്ലം മുമ്പ് കടന്നുപോയ നിപ്പ വീണ്ടും വന്ന് നമ്മുടെ വായം മൂടി കെട്ടി നമ്മുടെ നഗരങ്ങളെ ബന്ദികളാക്കുന്ന അവസ്ഥ ആവർത്തിക്കുന്നു. ദാറ്റ് മീൻസ് കഴിഞ്ഞുപോയ എല്ലാ ദുരന്തങ്ങളും തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയല്ലാതെ അമ്മ അന്ന് പറഞ്ഞത് അതാണ്, ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മളത് ജീവിക്കുകയാണ്, അഥവാ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് എടുക്കുന്നത്. ഇപ്പോഴ് നമ്മൾ നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെയും കർത്താവിന് തിരുസേന സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, and I cast out disease and root causes from our country. ഫിഫി എന്ന് പറഞ്ഞൊരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞ കാര്യം, അവരുടെ സാക്ഷ്യങ്ങളിൽ കുറേ നല്ല കണ്ടൻസ് ഉണ്ട്. നല്ലൊരു കണ്ടന്റ് അവളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തെക്കാളുപരി അവളുടെ ഒരു കുഞ്ഞ്, അവളുടെ 4 വയസ്സുള്ള കുഞ്ഞ് അവളോട് ചോദിച്ച്, അമ്മ എന്തിനാ എപ്പോഴും കൊന്ത ചെല്ലണത്? ജവമാല റാലി നടക്കാൻ പോകുമ്പോൾ അമ്മ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം തോന്നണം. ആ കാര്യം നമുക്ക് പറ്റിയ സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴ് കൊന്ത ചെല്ലണത് നമ്മൾ മാതാവിനോട് മധ്യസ്ഥ യാചിക്കണമെന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട്
കുഞ്ഞിനോട് വേറൊരു കാര്യം കൂടി ഫിഫി പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ന് കുഞ്ഞിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവൾ സിനിമാ പാട്ടൊക്കെ പാടാൻ കേട്ടിട്ട്. അപ്പോൾ ഫിഫി പറഞ്ഞു, നമ്മൾ ഇന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കും. അപ്പോൾ ഉടനെ അവർ ആവേ മരിയയുടെ പാട്ട് പാടിക്കൊടുത്ത്, അമ്മ പാടിക്കൊടുത്ത്, കുഞ്ഞ് പാടി, അമ്മയും മകളും കൂടി കിടക്കുകയാണ്. രാവിലെ കുഞ്ഞ് എഴുന്നേറ്റപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മ ഇന്നലെ മാതാവ് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഫി പറഞ്ഞ്, ഈ മാതാവാണെന്ന് ചോദിച്ചു. അവിടെ ഇരുന്നൊരു മാതാവുണ്ടായിരുന്നു. അത് വേറെ ഒരു ധ്യാന കേന്ദ്രത്തിലെ മാതാവാണ് അവിടെ ഇരുന്നത്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ഇതല്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി മാതാവിനെ കാണിച്ച്. അത് കൃപാസനം മാതാവാണ്. അത് എന്ത് സംഭവിച്ചാൽ, നമ്മൾ അമ്മയെ ഉടമ്പടി തരണ കാലത്ത് എനിക്ക് അറിയത്തില്ല. ഈ സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ എനിക്കത്രയും കത്തില്ല സത്യം പറഞ്ഞാൽ. ഇന്നിപ്പോൾ ഒരു ദിവസം 2 സാക്ഷ്യങ്ങളെങ്കിലും മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാത്ത സാക്ഷികളില്ല. അതെന്താ കാരണം? ഈ ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ചാരി മാതാവ് എന്നുള്ളത് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. കർത്താവിൻ്റെ വചനം ആര് പാലിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്മ അവിടെ കൂടെ വരും. കാര്യം എന്താണ്? നമ്മളിവിടെ വണങ്ങുന്നത് വാഗ്ദാന പേടകമായ അമ്മയാണ്. അപ്പം നമ്മളൊരു വചനം പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ സൂചനയായിട്ടാണ് ആൾക്കാർ മാതാവിനെ കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യണത്. അതിൻ്റെ മെക്കാനിസം അതാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി, കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാലിക്കണത്. അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത്. നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ അകത്ത് ഊന്നി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ, വന്നില്ലല്ലോ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇത് മാത്രം അലങ്കോലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും സംഭവം നടക്കത്തില്ല. മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും. അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിന് വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം അനുഭവം കിട്ടി, നമുക്ക് 10,000 കണക്കിന് അനുഭവങ്ങളായി ഇപ്പം. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് മിസ്സാകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കൈമാറുകയും ചെയ്യാൻ പാടില്ലത്. അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയുടെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ആധാരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വിഷയത്തിന് വേണ്ടി എവിടെ പോയാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫിയുടെ സാക്ഷ്യങ്ങളിലുള്ള വിഷയം, ഫിഫി ഓൺലൈൻ ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്ത് ആ ഇൻ്റർവ്യൂവർ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ വന്നത്? നിങ്ങൾ തോറ്റതല്ലേ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ പണ്ട് തോറ്റതാണ്. അപ്പം ഇവിടെ മെയിൻ പ്രാർത്ഥന എന്താ? അയാൾ മാത്രം വീണ്ടും ഇൻ്റർവ്യൂ ചെയ്യാൻ വരല്ലേ എന്നാണ് പ്രാർത്ഥന. പക്ഷെ അയാൾ വന്നില്ല. ഓൺലൈനിൽ കാണാം, ഓരോ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളില്ല. പക്ഷേ ഇവൾ ചെന്നപ്പോൾ അയാൾ വന്നു ഓൺലൈനിൽ. അപ്പം തന്നെ ഇവളുടെ ഐസി അടിച്ചു പോയി. അപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് പിന്നെയും വന്നത്? നിങ്ങളെ കുറേ മാസം മുമ്പ് നിങ്ങളെ പറഞ്ഞു വിട്ടതല്ലേ, നിങ്ങൾ തോറ്റതല്ലേ, പിന്നെ എന്തിനാണ് കയറി വന്നതെന്ന് ചോദിച്ചു. അവളതിന് മറുപടി പറഞ്ഞില്ല. മറുപടി പറഞ്ഞ മാതാവാണ്. പക്ഷെ ചോദിച്ചതിനെല്ലാം അവൾ മറുപടി പറഞ്ഞു. അവൾക്കവിടെ ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആര് തട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന ഒരാളുണ്ട്, നിങ്ങളെ വളർത്തിയ ഒരാളുണ്ട്, നിങ്ങളെ നയിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാളുണ്ട്. അത് നിങ്ങളുടെ അമ്മയാണ്. സ്തുതിക്കട്ടെ.